മിന്നലഴകേ ഒന്നു നില്ല്. ഡെന്നിസേ ഡെന്നിസേ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുക. കളിക്ക് പറയാനുള്ള കാര്യമാണോ ഇത്? എന്റെ പൊന്നു ഡെന്നിച്ചായ പറയുന്നത് മുഴുവൻ കേൾക്ക്. നിന്റെ എല്ലാ കുട്ടിക്കളികൾക്കും ഞാൻ കൂട്ടു നിൽക്കാറുണ്ട്, പക്ഷെ ഇത് ഡെന്നിച്ചായ നിങ്ങളെ ഉപദ്രവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് ചാവുമെന്ന് നിങ്ങൾ മനക്കോട്ട കെട്ടുകയും വേണ്ട. നോക്കി ദഹിപ്പിക്കുന്ന നോക്കൂ മൊരട്ട് കാള. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കിന്റെ ചായ. ജസ്റ്റ് തിങ്ക് ദ സിറ്റുവേഷൻ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ അങ്ങ് മരിച്ചു പോകുക. DDT എന്ത് ചെയ്യും? ഇറ്റ്സ് നോട്ട് എ ജോക്ക്. DDT പ്ലീസ് പ്ലീസ് പ്ലീസ്, ഐ ആം സീരിയസ്. എനിക്ക് ഉത്തരം വേണം. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു കൂട്ട് ഈ ജന്മം വേണ്ടാന്ന് തീരുമാനിച്ചവനാ ഞാൻ. ഫോർ യു, ജസ്റ്റ് ഫോർ യു, ഐ ചേഞ്ച്ഡ്. Can you replace me? How could you think that, Koki? Can you hear my heartbeats? It's only for you. If you are no more, then my heart never ever beats. അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ നിനക്ക് പറയാമോ? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. കോക്കി, ഞാൻ ഒരാൾക്കേ വാക്ക് കൊടുത്തിട്ടുള്ളൂ, ജീവിതാവസാനം വരെ കൂടെ കാണുമെന്ന്. ആ വാക്ക് അയാൾക്ക് മാത്രം ഉള്ളതാണ്. സോ നോ വൺ ക്യാൻ റീപ്ലേസ് യു. നൗ യുവർ ടേൺ. എന്ത്? ആഹാ, കൊള്ളാലോ കളി. എനിക്ക് മാത്രമേ ചോദ്യമുള്ളൂ. ആ ചിരിയൊക്കെ അങ്ങ് കൈ വെച്ചോ. പറയടി, എനിക്കാണ് വല്ലതും സംഭവിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യാൻ? ഞാൻ നല്ല അന്തസ്സിന് നല്ലൊരുത്തിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. പിന്നല്ലാതെ അയ്യോ പോയെന്ന് പറഞ്ഞ് ജീവിക്കാൻ കൂക്കിയെ കിട്ടില്ല. അത്രയ്ക്കായോ? എന്നാ ചാവും മുൻപ് എന്റെ ഒരു കാർബൺ കോപ്പി നിനക്ക് തന്നിട്ടേ ഞാൻ പോകൂ. അയ്യടാ, പള്ളി പോയി പറ. ആഹാ, എന്നാൽ ഇപ്പോൾ തന്നെ ആ കാര്യത്തിൽ തീരുമാനമാക്കിയേക്കാം. ഒരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടത്തിങ്കൾ ചന്തം വേളിപ്പുവിൻ നാണം. കൂക്കി, എന്റെ മുഖത്തേക്ക് നോക്കുന്നേ. ഈ കുഞ്ഞ് ഇത് വേണ്ടിയിരുന്നില്ല, തെറ്റായി പോയെന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ? സേറ, നീ എന്തായി പറയുന്നേ? തെറ്റോ? ഇത് എന്റെയും DDTയുടെയും കുഞ്ഞാ, ഞങ്ങളുടെ സ്നേഹത്തിന്റെ അടയാളം. അതെങ്ങനെ തെറ്റാവുന്നേ? We two were serious about us. Then how could it be a mistake? No, it's not a mistake. It's not a mistake. കോക്കി, ജബ്രു, എന്റെ DDT ഇനി എന്നെ ഓർക്കില്ലേ? DDTക്ക് അവന്റെ കോക്കി എന്നേക്കുമായി മറക്കാൻ പറ്റുമോ കോക്കി? നെവർ. നമുക്ക് നമ്മുടെ ഡെന്നിയെ തിരിച്ചു കിട്ടിയില്ലേ, അവന്റെ ഓർമ്മയും അവന് തിരിച്ചു കിട്ടും. ദൈവമേ, ഇവൾക്കൊന്ന് കരഞ്ഞൂടെ? എനിക്ക് പേടിയാകുന്നു. ഡിസ്ചാർജ് ചെയ്യുന്നത് ഡേവിസ് അങ്കിള് ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഡിസ്ചാർജിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുക. ഉടനെ പോകും. ജബ്രു, എനിക്കെന്റെ DDT ഒന്നുകൂടെ കാണണം. കാണിക്കാം, ഷുവർ. കോക്കി, ഇറ്റ്സ് നോട്ട് ദ ടൈം ടു ആസ്ക്. എന്താ നിന്റെ മനസ്സിൽ? ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്കോ? അവളെങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? സേറ, സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഷീ ഈസ് നോട്ട് മാരീഡ്. സോ വാട്ട്? നീ എന്താ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാത്തത്? ഹൗ ഷീ വിൽ ഫേസ് ദ സൊസൈറ്റി? ഇവൾക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്തിനാ? ജെബിൻ, നിങ്ങൾ ഇവളെ കൊണ്ട് എങ്ങോട്ട് പോകുക? ഇവളെന്റെ ഡെന്നിയുടെ പെണ്ണ് മാത്രമല്ല, എന്റെ അനിയത്തിയും കൂടാ. നീ വാ നോക്കി. പറഞ്ഞതെല്ലാം സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഡെന്നിയുടെ ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ നല്ല സ്ട്രിക്റ്റ് ആയേ പറ്റും. മന്തിലുള്ള ട്രീറ്റ്മെന്റ് ഒരു കാരണവശാലും മുടക്കരുത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, മേക്ക് ഹിം ഹാപ്പി. ഓക്കെ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞാൻ അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ. ഡേവിസ് മേരി ചേച്ചിയെ വിളിച്ച് പറഞ്ഞോ? പറഞ്ഞു. ചേച്ചി അവന്റെ റൂം അറേഞ്ച് ചെയ്യുക. എനിക്ക് അവനെ കുറച്ച് മരുന്ന് വാങ്ങാനുണ്ട്. ആന്റി, അങ്കിൾ,
എന്താ ജെബിൻ? ഏതാ ഈ കുട്ടികൾ? ഇത് ജുവാന, ഡെന്നി സ്നേഹിക്കുന്ന കുട്ടിയാ. ഇത് സേറ, ഇവളുടെ ഫ്രണ്ട്. ഞങ്ങളുടെ അമേരിക്കയിൽ വെച്ചുള്ള പരിചയമാ. ആൻഡ് ജുവാന, ഷീസ് ക്യാരിങ്. സോ ആന്റി, വാട്ട് യു മീൻ? ഷീസ് ക്യാരിങ് മീൻസ് ഷീസ് പ്രഗ്നന്റ് ബൈ യുവർ സൺ. എന്ന് നീ പറഞ്ഞാ മതിയോ? ആന്റി, ഇറ്റ്സ് നോട്ട് ദ ടൈം ഫോർ ജോക്ക്. ഞാൻ തമാശ പറഞ്ഞതായിട്ട് നിനക്ക് തോന്നിയോ? Auntie, you can understand the situation. She's pregnant and not yet married. ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. It should be yours. നിങ്ങൾക്കത് വിഷയമായേ പറ്റൂ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അപ്പൻ നിങ്ങളുടെ മകനാണ്. അത് നീയല്ല ജിബിൻ പറയേണ്ടത്, അവൻ ഡെന്നിയാണ് പറയേണ്ടത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുഞ്ഞിന്റെ പിതൃത്വം അതിന്റെ അച്ഛൻ തന്നെ പറയുമ്പോഴാ അവൾക്ക് അഭിമാനം. Auntie, you know the situation. ഡെന്നിക്ക് അവളെ തന്നെ ഓർമ്മയില്ല, പിന്നെങ്ങനാ? ഈസ് ഇറ്റ് മൈ ഫോൾട്ട്? ജെബിൻ, ഈ വിഷയത്തിൽ ഇത്രയും സംസാരിക്കേണ്ട കാര്യം എന്താണ്? ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ഇവൾക്കറിയാം. നാളെ ഡേഡിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ ഡേഡി നിഷേധിക്കത്തുമില്ല. Then what the need of all these dramas? സേറ, ഈ കാര്യത്തിൽ ഞാൻ നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. അവനെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം അവന്റെ പെണ്ണിനോ കുഞ്ഞിനോ ഒന്നും ദോഷമായി സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആന്റി, എന്തൊക്കെ ന്യായീകരണങ്ങൾ നിങ്ങൾ നിരത്താൻ ശ്രമിച്ചാലും ഞാൻ വിട്ടു തരില്ല. യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഓക്കെ, then let's have a deal. ഡീൽ? Yes. ജുവാന, താൻ എന്റെ മകനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടോ? തന്റെ ഇന്റൻഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല, അറിയുകയും വേണ്ട. നിനക്കിപ്പോൾ സംഭവിച്ചതിന് ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. സോ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കടക്കാം, അല്ലേ? നിനക്ക് ഞാൻ 2 ചോയ്സ് തരികയാണ്. ദ ഡിസിഷൻ ഈസ് കംപ്ലീറ്റ്ലി അപ്പോൺ യു. ഒന്നാമത്തെ ചോയ്സ്, നിനക്ക് ഇന്ന് മുതൽ 6 മാസ സമയം ഞാൻ തരാം. അതിനുള്ളിൽ നീ ഡെന്നിയെ കൊണ്ട് പറയിപ്പിക്കണം നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്ന്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ മകനെ വീഴ്ത്തിയ നിനക്ക് 6 മാസമൊക്കെ അധികമായിരിക്കും. എന്നാലും ഇരിക്കട്ടെ, ഒരു ഫേവറും ഞാൻ നൽകാം. ഡെന്നിയുടെ കുഞ്ഞിന്റെ അമ്മയാണെന്നല്ലേ പറയുന്നത്? നിനക്ക് ഈ 6 മാസക്കാലം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ കഴിയാം. ഇനി നിനക്ക് ഈ 6 മാസക്കാലം കൊണ്ട് ഡെന്നിയെ കൊണ്ട് പറയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഡെന്നി ഈസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ ഫോർ യു. പിന്നെ അവന്റെ നിഴൽവട്ടത്ത് പോലും നീയോ നിന്റെ കുഞ്ഞോ എത്തല്ല. Then the second choice, forget ഡെന്നി ഫോർ എവർ. നിന്റെ ജീവിതത്തിൽ ഡെന്നി എന്നൊരു വ്യക്തിയെ നീ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. Now you have to select one. ടൈം വേണോ? ആന്റി, വാട്ട് നോൺസെൻസ്. ജെബിൻ, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇനി ഈ കാര്യത്തിൽ നീ അഭിപ്രായം പറയേണ്ടതില്ല. ഇത് ഞാനും ജുവാനയും തമ്മിലുള്ള ഡീലാണ്. അവള് തീരുമാനിക്കട്ടെ. അവളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾ എന്ത് കരുതി അവൾ അനാഥയാണെന്നോ? അവളുടെ ഇച്ഛാച്ചി വല്ലതും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിങ്ങളൊന്നും ഈ ലോകത്ത് കാണില്ല. സമ്മതം. കൂക്കി. എനിക്ക് സമ്മതമാണ് നിങ്ങളോടൊപ്പം വരാൻ. ഓക്കെ, റിമെമ്പർ 6 months. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡേവിസ് മരുന്ന് വാങ്ങാൻ പോകുമല്ലേ? ഞാൻ പോയി എല്ലാം പാക്ക് ചെയ്യട്ടെ. സേറ, ഞാൻ ദാ വരുന്നു. അങ്കിൾ. എന്താ ജെബിൻ? അങ്കിളിനും ആന്റിയുടെ അതേ അഭിപ്രായമാണോ? ജെബിൻ, ജുവാനൊക്കെ ഓക്കെ അല്ലേ? പിന്നെന്താ? അങ്കിളെ, എപ്പോഴും ഉള്ളതുപോലെ ആന്റി എന്ത് പറഞ്ഞാലും വിഴുങ്ങുന്ന അങ്കിളുടെ രീതി ഈ കാര്യത്തിൽ കാണിക്കരുത്. പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നേ? അവളെ പോലും ഓർമ്മയില്ലാത്ത അവനെ കൊണ്ട് ജുവാനെ കെട്ടിക്കണമെന്നോ? അങ്കിൾ, ബി സീരിയസ്. ഇങ്ങനൊരു ഡീലിന്റെ ആവശ്യം എന്താണ്? അവരുടെ സ്നേഹത്തിന് ഞാൻ സാക്ഷിയാണ്. എന്നെ വിശ്വാസമില്ലേ നിങ്ങൾക്ക്? ജെബിൻ, നീ ഇമോഷൻസ് കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ ചോദിച്ചില്ലേ ഇവിടെയും ഞാൻ ജെസ്സിയുടെ തീരുമാനത്തിനൊപ്പം ആണോന്ന്? അതെ, അവളുടെ ഈ തീരുമാനം ശരിയോ തെറ്റോ അതെനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, ഡെന്നിക്ക് ദോഷമായിട്ടൊന്നും അവൾ ചിന്തിക്കില്ല, പ്രവർത്തിക്കില്ല. നീ ജുവാനെ കൂട്ടി വീട്ടിലേക്ക് പൊക്കോ. ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് വന്നോളാം. കോക്കി, are you sure? യെസ് സേറ, ഐ ആം സോറി. എനിക്ക് എന്റെ ഡെന്നിസിനെ വേണം. ഞാൻ എന്റെ DDTയെ സ്നേഹിച്ചത് പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാനല്ല.
DDTയുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും എനിക്കൊരു ഉറപ്പുമില്ല. ബട്ട് ഐ ട്രസ്റ്റ് ഓൺ അവർ ലവ്. DDT ആണ് എനിക്ക് വാക്ക് തന്നിട്ടുള്ളത്. ആ ഹൃദയം ഇടിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന്. ആ വാക്ക് മാത്രം മതി എനിക്ക്, ഞങ്ങളുടെ കുഞ്ഞിന്. കൂക്കി, യു ആർ മൈ സ്ട്രോങ് ഗേൾ. ഐ ട്രസ്റ്റ് യു. നിന്റെ DDT നിനക്കല്ലാതെ മറ്റാർക്കാ തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇപ്പോഴും പറയുന്നുള്ളൂ. നിന്റെ ഈ തീരുമാനത്തിനൊപ്പം ഞാനുണ്ട്. ഇത് നിന്റെ ശരിയാണ്. നിന്റെ ശരികൾക്കൊപ്പം ഞാനും ഉണ്ടാവും. സേറ, ഞാനീ പറയുന്നത് നീ കേൾക്കണം, അനുസരിക്കണം. മറുത്തൊന്നും പറയരുത്. ഒരാഴ്ചത്തേക്കാണല്ലോ നമ്മൾ വന്നത്. എനിക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ നീ പോകണം. ഞാൻ കാരണം അമേരിക്കയിൽ വന്നവളാ നീ. ഞാൻ കാരണം നിന്റെ ഭാവി നശിച്ചാൽ എനിക്കതെന്നും കുറ്റബോധമായിരിക്കും. പ്ലീസ് സേറ, നീ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഒരു ഗർഭിണി പെണ്ണിന്റെ ആഗ്രഹം. സോ ഡോണ്ട് സേ നോ. You know well to play with emotions, Cookie. Okay, ഞാൻ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തോളാം. പക്ഷെ നീയും എനിക്ക് വാക്ക് തരണം. നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നീ നോക്കിക്കൊള്ളാമെന്ന്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫുഡ് സ്കിപ്പ് ചെയ്യരുതെന്ന്. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് തരാനും ഭാവിയുടെ വളർച്ച അടുത്തറിയാനുള്ള എന്റെ അവകാശത്തെയാ നീ നിഷേധിച്ചത്. അതുകൊണ്ട് നീ എനിക്ക് വാക്ക് താ, നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുമെന്ന്, എന്റെ ഭാവിയെ ഹാപ്പി ആക്കുമെന്ന്. കോക്കി, നമുക്ക് പോകാം. അവര് പുറകെ വന്നോളൂ. കോക്കി, ആരോഗ്യം നോക്കണേ. നിന്റെ വയറ്റില് ഒരു കുഞ്ഞുണ്ടെന്ന് മറക്കരുത്. വെറുതെ സ്ട്രെയിൻ ചെയ്യരുത്. നിനക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. വിഷമിച്ചൊന്നും ഇരിക്കല്ലേ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. പണ്ടത്തെ പോലെ നിന്നെ എനിക്ക് DD ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ടേക്ക് കെയർ, ബി സ്ട്രോങ്. നീ ഞാൻ പറഞ്ഞതൊന്നും മറന്നു പോകരുത്. ഇല്ല, നീ കയറ്. സേറ, ഞങ്ങള് പോകട്ടെ. ജെബിൻ, എനിക്ക് മറ്റാരുമില്ല അവളെ ഏൽപ്പിക്കാൻ. സേറ, കോക്കിക്കോ കുഞ്ഞിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവരുടെ കൂടെ ഞാൻ ഉണ്ടാകും. അവളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ മുമ്പിൽ തന്നെ ഞാൻ ഉണ്ടാകും. ഇറ്റ്സ് മൈ വേർഡ്സ്. ട്രസ്റ്റ് മീ. ഐ ട്രസ്റ്റ് യു. സീ യു. ജോർജ് ചേട്ടായി, ചേട്ടായി അറിഞ്ഞേ പറ്റൂ. ഇനിയും കാര്യങ്ങൾ വഷളാകും മുൻപ് ചേട്ടായി അറിയണം. കോക്കി, ജോഹാൻ, കോക്കി. ചാച്ചി, what? ജോഹാൻ, ജുവാന, കോക്കി, നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഇച്ചാച്ചി, വാട്ടവർ, നിന്റെ സാധനങ്ങൾ എടുത്തോണ്ട് വാ. ഇച്ചാച്ചി പ്ലീസ്, എനിക്ക് വരാൻ പറ്റില്ല. കോക്കി, നീ ഈ കാര്യത്തിൽ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ കേൾക്കില്ല. നീ ഇപ്പോൾ ഈ നിമിഷം എന്റെ കൂടെ വന്നേ പറ്റൂ. ഇച്ചാച്ചി, ഐ കാണ്ട്. വൈ? നിന്റെ ആരാ ഈ വീട്ടിലുള്ളത്? ഇച്ചാച്ചി, I'm pregnant. വാ, എന്റെ മകൾ ഒരുപാട് വളർന്നെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ലീവ് ഇറ്റ്. നീ വാ. ഇച്ചാച്ചി, എനിക്ക് എന്റെ ഡെന്നിസിനെ വിട്ട് വരാൻ പറ്റില്ല. അവന് നിന്നെ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഈ വീട്ടിൽ അധികപ്പറ്റായിട്ട് നിൽക്കുന്നത്? വല്ലവരുടെയും വീട്ടിൽ അഭയാർത്ഥിയാകാനല്ല ഞാൻ നിന്നെ വളർത്തിയത്. ഇച്ചാച്ചി, എനിക്ക് എന്റെ ഡെന്നിസിനെ വേണം. ഡെന്നിസ് ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാനില്ലാതെ നിനക്ക് പറ്റും എന്നാണോ? ഇച്ചാച്ചി, പറ കൂക്കി, എന്നേക്കാൾ വലുതാണോ നിനക്കവൻ? ഇച്ചാച്ചി അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് ഇച്ചാച്ചി ഇല്ലാതെ പറ്റില്ല. പക്ഷെ ഡെന്നിസ്, എനിക്ക് പറ്റില്ല ഇച്ചാച്ചി. എന്റെ ഡെന്നിസിന് വേണ്ടി എനിക്ക് ഈ വീട്ടിൽ നിന്നേ പറ്റൂ. നിന്റെ അപ്പന്റെ അമ്മയുടെ കൊലപാതകയുടെ വീട്ടിൽ തന്നെ വേണോടി നിനക്ക് താമസിക്കാൻ?
ഇച്ചാച്ചി കൂക്കി, അവസാനമായിട്ട് നിന്നോട് ഞാൻ ചോദിക്കുക, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? കൂക്കി, നീ വരുന്നോന്ന്? ഇല്ല. ഓക്കെ ഓക്കെ. ഞാനും എന്റെ പെങ്ങളും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. പക്ഷേ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അവൾക്കൊരു പോറലെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് അടക്കി വെച്ച ഒരു പക എന്റെ ഉള്ളിലുണ്ട്. വീടടക്കം ഞാൻ നിങ്ങളെ കത്തിക്കും, ഓർത്തോ? കൺകൾ രണ്ടും നേരിലെ ഇച്ചാച്ചി മീനെ പോല കൈവിട് ജുവാന. ഇച്ചാച്ചി ജുവാന, നിന്നോടാ ഞാൻ പറഞ്ഞത് കൈവിടാൻ. കൂക്കിനെ വിളി ഇച്ചാച്ചി. ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നീ എന്റെ കൂക്കിയുമല്ല, ഞാൻ നിന്റെ ഇച്ചാച്ചിയുമല്ല. ഇച്ചാച്ചി ഇച്ചാച്ചി കൂക്കി, നിനക്കിനി ആരെങ്കിലും മനസ്സിലുണ്ടോടി? ഇല്ല ചേട്ടായി. ആരെ നോക്കി നിൽക്കുവാ നീ? വാ, ചേട്ടായി കൂക്കി. നിന്നോട് വരാനാ ഞാൻ പറഞ്ഞത്. സേറ, കനവേ കനവേ കലൈവതേനോ കരങ്ങൾ രണമായി കരൈവതേനോ നിனைவே நினைவே கரைவதேனோ எனது உலகம் உடைவதேனோ. കൂക്കി, ഹലോ കൂക്കി. കൂക്കി, എന്താടി? എന്തിനാ നീ കരയുന്നേ? സേറ എവിടെ? സോറി സോറി. എന്താ കൂക്കി? നീ എന്നെ പേടിപ്പിക്കാതെ കാര്യം പറയടി. ഇച്ചാച്ചി. ജോയ്ക്ക് എന്ത് പറ്റി? ലയമ്മ. കഥക് തുറന്നു കിടക്കുവാണല്ലോ. ജോ ജോ ഇവിടില്ല. കൂക്കിയുടെ റൂം. ജോ ലയ, എനിക്കിനി ആരുമില്ല. എന്റെ കൂക്കിക്ക് എന്നെ വേണ്ടാന്ന്. Am I that much bad brother? ജോ പ്ലീസ്. ഞാൻ അവൾക്ക് എന്താ ലയ കൊടുക്കാതിരുന്നിട്ടുള്ളത്? എന്റെ ജീവിതം പോലും അവൾക്ക് ഞാൻ കൊടുത്തില്ലേ? പിന്നെ എന്താ അവൾ എന്നെ വേണ്ടാന്ന് വെച്ചേ? ജോ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ? അവളല്ല, നീ അവളെ വേണ്ടാന്ന് വെച്ചത്. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? ഇത്രയും കാലം അവരുടെ കണ്ണിൽ പെടാതെ പൊതിഞ്ഞുകൊണ്ട് നടന്നതാ ഞാൻ അവളെ. എന്നിട്ട് അവളോ? ആ വീട്ടിൽ അവളെ നിർത്തിയാൽ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റൂലയാ. അവൾക്ക് അവനെ മതിയെന്ന്, ആ കൊലപാതകയുടെ മകനെ മതിയെന്ന്. എന്നേക്കാൾ ഞങ്ങളുടെ അപ്പനെ അമ്മയേക്കാൾ അവൾക്ക് ഇപ്പോൾ പ്രാധാന്യം ആ വീട്ടുകാരാണെന്ന്. ഞാൻ ഇനി ആർക്ക് വേണ്ടിയല്ലയോ ജീവിച്ചിരിക്കുന്നത്? നീ ചാവാൻ പോകുവാണോ? എന്നാ പിന്നെ നീ എന്നെയും കൂടെ അങ്ങ് കൊല്ല്, എന്നിട്ടങ്ങ് ചാവ്. ഞാൻ ആരാടാ നിനക്ക്? ആരാണെന്ന്? तेरे बिना ना सांस लूं तेरे बिना. ജോ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരു സങ്കടമില്ലെന്ന്? അവൾ എന്നെയാടാ അമ്മയെന്ന് വിളിച്ചത്. അവൾ അമ്മയെന്ന് വിളിച്ച കാലം മുതൽ അവൾ എനിക്ക് എന്റെ സ്വന്തം മകള് തന്നെയാണ്. സോ പ്ലീസ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാടാ മനസ്സിലാക്കേണ്ടത്? അവൾ നമ്മളിൽ നിന്നെല്ലാം മറച്ചു. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് പറ്റിയത് ശരിയോ തെറ്റോ ആകട്ടെ, അവൾ പക്ഷെ ഇപ്പോൾ എടുത്ത തീരുമാനം 100% ശരിയാണ്. അവൾ ഇപ്പോൾ നമ്മുടെ പഴയ കൂക്കിയല്ല, ഒരമ്മയാണ്. അവളുടെ കുഞ്ഞിന് വേണ്ടി
അവളുടെ സ്നേഹത്തിന് വേണ്ടി അവൾക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. നിന്റെ കൂടെ ഇറങ്ങി വന്നാൽ അവൾക്ക് അവിടെ നഷ്ടമാകുന്നത് അവളുടെ സ്നേഹം മാത്രമല്ല, അവളുടെ കുഞ്ഞിന്റെ അപ്പനെയുമാണ്. അപ്പനും അമ്മയും ഇല്ലാതെ ഒരു കുഞ്ഞിനെ വളർത്താൻ നീ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ കുക്കിയും അങ്ങനെ സ്ട്രഗിൾ ചെയ്യണോ? അവൾ എന്തിനു സ്ട്രഗിൾ ചെയ്യണം? എന്റെ 10ാമത്തെ വയസ്സിൽ 3 വയസ്സുള്ള പോക്കിയെ ഈ നെഞ്ചത്തിട്ടാ ഞാൻ വളർത്തിയത്. ഈ നെഞ്ചത്തിട്ട് തന്നെ ഞാൻ അവളുടെ കുഞ്ഞിനെയും വളർത്തും. നീ ആരാണ് ആ കുഞ്ഞിന്? അമ്മയുടെ സഹോദരൻ. ആ കുഞ്ഞിനൊരു അച്ഛൻ ജീവനോടുണ്ട്. ആ കുഞ്ഞിന് വേണ്ടുന്നത് കൂക്കിയും ഡെന്നിയുമാണ്. അവരുള്ളിടത്തോളം കാലം ആ കുഞ്ഞിന് അവരെയാണ് വേണ്ടുന്നത്. ജോ, പ്ലീസ്, നീ ബാലിശമായി ചിന്തിക്കരുത്. അവളോടൊപ്പം നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ലയ, എനിക്ക് പേടിയാ. എന്റെ കുക്കി, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അവൾക്കൊന്നും സംഭവിക്കില്ല. ഒന്നുമില്ലെങ്കിൽ അവൾ ഇപ്പോൾ നമ്മുടെ കൺവട്ടത്തില്ലേ? ഷീ സ്ട്രോങ് ഇനഫ് ഫോർ ഹർ. ട്രസ്റ്റ് അവർ കുക്കി. അവളെയും കുഞ്ഞിനെ ഒരു ദോഷം കൂടാതെ നമുക്ക് കിട്ടും. ലയ, लो जाना